ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാറ് PG ഹോൾഡറാണ്, MBA കഴിഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക് സ്റ്റഡീസിൽ PG സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ ഒരാളാണ്. MBA HR മേഖലയിലായിരുന്നു. ഈയിടെയായിട്ട് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന മേഖലയിൽ ഇഗ്നോയിൽ നിന്ന് തന്നെ ഒരു PG ഡിപ്ലോമ കഴിഞ്ഞു. ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. മിനിസ്റ്റർ ഓഫ് ഇന്റീരിയറിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. മീഡിയ സ്കാനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ധാരാളം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്, എത്തുകാരനാണ്, പ്രഗത്ഭനാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ക്ലാസ് ലീഡ് ചെയ്യുന്നതായിരിക്കും. സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. സാർ, നിങ്ങൾക്ക് തുടങ്ങാം. യെസ് സാർ. നമുക്ക് ഒരു യൂണിറ്റിന് ഏകദേശം 1 മണിക്കൂർ ഉണ്ടാകുക, പ്ലസ് ഓർ മൈനസ് ആ രീതിയിൽ ഉണ്ടാകുക കേട്ടോ. ചെറിയൊരു ഇന്ററാക്റ്റീവ് എന്ന രീതിയിലായിരിക്കും. ഓക്കെ, താങ്ക് യു സാർ. വെൽക്കം. ഓക്കെ. സാറിന് ഫോൺ ഒന്ന് പിന്നെ നിങ്ങൾ ഇത് എഴുതി തുടങ്ങിയോ? അസൈൻമെന്റ് എഴുതി തുടങ്ങിയോ കുട്ടികൾ? എങ്ങനെയാണ് അവസ്ഥ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഇല്ല. നിങ്ങൾ കമ്പനിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടൊരു ധാരണ ഉണ്ടോ? ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഭയങ്കര പ്രയാസമായി? എനിക്ക് ഒരാളെ പരിചയമുള്ളൂ, അവളും എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് അതെ, മെയിൻ ഗ്രൂപ്പിൽ നമുക്ക് കുറെ ആൾക്കാരെ കിട്ടിയെങ്കിലും നമ്മൾ കാര്യത്തിന് കിട്ടിയ പേയ്മെന്റ് ചെയ്തവർ, കാരണം സീരിയസ് അവരായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത ഗ്രൂപ്പിലെങ്കിലും ഡിസ്കഷൻ തുടങ്ങിയിട്ട് അത്യാവശ്യ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച വേണമെങ്കിൽ എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്തേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ചെയ്തുതരാം. താല്പര്യമുണ്ടോ? അത് നന്നായിരിക്കും. ആവശ്യമുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പഠിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ അസൈൻമെന്റ് ഒക്കെ എഴുതാനിരിക്കുന്നതൊക്കെ ഒരു 10-13 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ഇല്ല, അതത്ര പറയാകാനില്ല. കാരണം എന്താ വേണ്ട വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് AI ടൂളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അത് വിഷയമല്ല, ഞാനൊരു ഗൈഡൻസ് തരാം. നമ്മുടെ കൂടെ ഇപ്പൊ നമുക്ക് ചാറ്റ് GPT ചോദിച്ചിട്ട് നമ്മൾ അതങ്ങനെ എഴുതാൻ പറ്റുമോ? അതോ അതിൽ നമ്മൾ ഇൻക്ലൂഡ് എഴുതി എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചാറ്റ് GPT ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് നമുക്കൊരു വിവരവും കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ കോഗ്നിറ്റീവ് ഇല്ലല്ലോ, എനിക്കുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന ഫസ്റ്റ് പേപ്പർ 101 essay ആണ് ഇതെന്ന് വിചാരിക്കുക. അതിന് A പാർട്ട് ഉണ്ടാവും, B പാർട്ട് ഉണ്ടാവും. ആദ്യം ഒരു 5 ചോദ്യം ഉണ്ടാവും, പിന്നെ ഒരു 5 ചോദ്യം ഉണ്ടാവും. ഈ ആദ്യത്തെ 5-ൽ നിന്ന് 2-3 എഴുതണം, രണ്ടാമത്തെ 5-ൽ നിന്നും 2-3 എഴുതണം. ഓരോ ചോദ്യത്തിന് പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും, ഏകദേശം അതാണ്. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണം ഒറിജിൻ, ഡെവലപ്മെന്റ്, സ്കോപ്പ് ഓഫ് സൈക്കോളജി എന്നൊരു സംഭവമാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എടുത്ത് ചാറ്റ് GPT ഇട്ട് കഴിഞ്ഞാൽ ചാറ്റ് GPT പറയാ ഒരു 300 വേർഡുള്ള അല്ലെങ്കിൽ 500 വേർഡുള്ള ഇഗ്നോയുടെ ഡിഗ്രി സ്റ്റുഡന്റിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു എസ്സേ ഇതിന് തയ്യാറാക്കണം, അവരുടെ മെറ്റീരിയൽ റെഫർ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു സാധനം കിട്ടും. പക്ഷെ അതങ്ങനെ കൊടുത്താൽ എന്താവും, നമുക്ക് അതിൽ പ്രത്യേകിച്ച് സ്കില്ലൊന്നും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ചാറ്റ് GPT കുറച്ചെടുക്കുന്നു, നമ്മൾ ആ മെറ്റീരിയൽ അവിടെ ഇവിടെ കുറച്ച് വായിക്കുന്നു. അതുപോലെ വേറെ കുറെ ടൂൾ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് കുറച്ച് എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് അത് എഴുതിട്ടാൽ മതി. വേണമെങ്കിൽ സാമ്പിൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൺലൈനായിട്ട് ചെയ്തുതരാം കേട്ടോ. എഴുതുമ്പോ ഇത് ഒരു ചക്കക്കൂട്ടം പോലെ ആകുമോ? എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഇല്ലാതെ പോകും? അങ്ങനെ ഇന്റൻസീവായ ഒരു റിവ്യൂവും അതൊന്നും അവർ ചെയ്യില്ല, നോക്കൂല എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. എന്താ ചെയ്യേണ്ടത് വെച്ചാല് 500 വേർഡ്സിനാണ് എസ്സേ ചോദിച്ചെങ്കിൽ മിനിമം 5 പേജ് ഉണ്ടായിരിക്കണം. ഒരു 6 പേജിലധികം പോവേണ്ട, കാരണം അത് 600 മേലേക്ക് പോകും. അങ്ങനെ വരുമ്പോ 5 ചോദ്യങ്ങൾ 25 പേജ്, അവർ മാക്സിമം 30-28 പേജ് മതി നിങ്ങളെ സംബന്ധിച്ച്. ഞാൻ PG ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ 45-50 പേജ് എഴുതിന്, 60 എഴുതുന്നവരുണ്ട്, അവർക്കും കിട്ടി 85, 45 എഴുതിയവർക്കും കിട്ടി 85. പക്ഷെ കുറയാൻ പാടില്ല. അപ്പൊ അവരത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുവോ? അതായത് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ 5 പേജ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു സാർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സാറ് നിങ്ങൾ ഓക്കെ ആണോ? സാർ റെഡി ആയിട്ടുണ്ടോ? ഇല്ല, സാറ് ഫോണിലാണ്. ഇപ്പോ ഡീറ്റെയിൽ ആയിട്ട് അവർ നോക്കുമെന്ന് വെച്ചാല് ചില വ്യക്തികൾ ചിലപ്പോൾ നോക്കാം, ചിലവർ നോക്കിക്കൊള്ളുന്നില്ല. എന്തായാലും അസൈൻമെന്റ് എഴുതിയ ഒരു കുട്ടിയും തോൽക്കാറില്ല. കാരണം അവര് ഒരു ഇഫോർട്ട് എടുത്താണല്ലോ എഴുതുന്നത്, അതിനെ അവർ പരിഗണിക്കും. പക്ഷെ ആ എഴുതുന്നത് പുസ്തകത്തിൽ ആസ് ഇറ്റ് ഈസ് ആകരുത്,
അല്ലെങ്കിൽ രണ്ടാൾക്കാരെ കൊണ്ട് ഇപ്പൊ ഉദാഹരണം ഒരു അസൈൻമെന്റ് പകുതി ഞാനും പകുതി നിങ്ങളും വേറെ ആളും അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. അത് മുതലാളിക്കാനും പറ്റില്ല. അതൊരു വാല്യൂ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു അസൈൻമെന്റ് കിട്ടിയാൽ നിങ്ങൾ എന്തായാലും മുഖവിലേക്ക് എടുക്കും, ഇവനെന്താ കുട്ടിക്കളിയാന്ന് അങ്ങനെയൊക്കെ വരാം. അത്ര പേടിക്കാനോ ടെൻഷൻ അടിക്കാനോ ഇല്ല. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അസൈൻമെന്റ് എഴുതിയുള്ള ഗുണം അത് നമ്മളെ പഠനത്തെ നല്ല സ്വാധീനിക്കും. എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകും. അസൈൻമെന്റ് കാശ് കൊടുത്ത മാർക്കറ്റിൽ കിട്ടും. ഫേസ്ബുക്കിൽ ഇങ്ങനെ അടിച്ചാൽ മതി അസൈൻമെന്റ് നീക്കണോ അസൈൻമെന്റ് ഇഷ്ടംപോലെ നിങ്ങൾ വന്ന് അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്വന്തം ചെയ്യലാണ്. എന്നാലും വലിയ റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച വേണമെങ്കിൽ നമ്മുടെ ഈ പേയ്മെന്റ് ചെയ്ത ആൾക്കാർക്കും മൊത്തത്തിലൊരു ഓറിയന്റേഷൻ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ചെയ്ത് തുടങ്ങാം. ഹാൻഡ് റൈറ്റിംഗ് ആണ് വേണ്ടത്. ഓക്കെ, അസൈൻമെന്റ് എഴുതുന്നത് നല്ലതാണ് പരീക്ഷയ്ക്ക്. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷം പരീക്ഷ എഴുതുന്നത്. അറ്റ്ലീസ്റ്റ് ഈ അസൈൻമെന്റ് 10 എഴുതുമ്പോഴേക്കും നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ശരിയാവും. അല്ലെങ്കിൽ പരീക്ഷ ആള് പോയിട്ട് നിങ്ങൾ ഇടങ്ങാറാവും. ഈ റോൾഡ് പേപ്പർ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ അല്ല, മേമ പറഞ്ഞു റൂൾഡ് ആയാലും അൺറൂൾഡ് ആയാലും കുഴപ്പമില്ല, 4 ഭാഗത്തും മാർജിൻ വേണം. ഞാനൊരു കാര്യം ചെയ്യാം, മാർജിൻ സെറ്റ് ചെയ്ത പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് നിങ്ങൾ ഡബിൾ സൈഡ് പ്രിന്റ് ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ റൂൾഡ് പേപ്പർ മേടിച്ചു, അതിനകത്ത് ഓൾറെഡി നമുക്ക് മാർജിൻ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നിയാസ് സാറേ, സാറ് ഫോണൊന്ന് പോയി, ഡ്യൂട്ടീന്റെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോ. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. സാറിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. പുള്ളിയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്. അപ്പോ മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, മിനിസ്ട്രിയിലെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രയാസമുണ്ട്. ചില സമയങ്ങളിൽ പെട്ടെന്ന് അർജന്റ് കോൾ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് അസൈൻമെന്റ് ഏതെങ്കിലും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്? അപ്പം ഞാൻ PDF ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കായിരുന്നു. ഇല്ലെങ്കിൽ പുള്ളിക്ക് ഏതെങ്കിലും അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ആ ഗ്രൂപ്പ് കാണുന്നില്ല ഞാൻ. പെയ്ഡ് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതെ. ആ ഗ്രൂപ്പിൽ ഒരു ഹൈയോ എന്തെങ്കിലും ഒന്ന് ഇടുവോ? എനിക്ക് സെർച്ച് ചെയ്ത് കാണുന്നില്ല, എന്റെ മൊബൈൽ കുറച്ച് ഹാങ് ആണ്. ഒരു മിനിറ്റ്. അതിലൊരു ചെറിയൊരു ഡോട്ട് ഓക്കെ. അപ്പൊ മേലെ വരുമല്ലോ. വന്നോ? യെസ്, ഓക്കെ, വരി. ഇനി അതിലുണ്ട് നല്ല പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം നോക്കട്ടെ. ഓക്കെ, അസൈൻമെന്റ് ലൈഫ് സ്കിൽ ഉണ്ട്, പിന്നെ സോഷ്യൽ സൈക്കോളജി ഉണ്ട്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല, മാത്രമല്ല മെറ്റീരിയലിനെ കുറിച്ച് ധാരണപ്പില്ല. എന്നാലും ഞാനൊരു ചെറിയൊരു ഇത് വെച്ച് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ പറഞ്ഞുതരാം. ഇത് ജൂലൈ 31 മാർച്ച് വരെയാണ് ഇതിന്റെ സമയം. അതായത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം എഴുതാൻ പറ്റുന്നതാണ്. ഇതിൽ പോയി വന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ അതിൽ 5ാമത്തെ പേജ് നോക്ക്. 5 പേജിൽ 4ാമത്തെ പേജ് സോഷ്യൽ സൈക്കോളജിയിലെ 107 BPCC 107. അതിന് ശേഷം ഒന്നുകൂടി ഉണ്ട്, 107 ഉണ്ട്. അയ്യോ, കണ്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഒരു മിനിറ്റ്. 101ന്റെ കൂടെ തന്നെ ഉണ്ട് 10. അത് എനിക്ക് ഈ എൻവയോൺമെന്റ് സ്റ്റഡീസാ കാണിക്കുന്നത്. കിട്ടിയോ? കിട്ടി. ഞാൻ അത് രണ്ടേ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോ അത് തുറന്നു വെച്ചിരുന്നതോടെ കാണുന്നില്ലല്ലോ. ഓക്കെ, ലെസ്റ്റിലല്ല, നമ്മൾ ഏതാ പറഞ്ഞ സോഷ്യൽ സ്റ്റഡീസ് ഇതല്ലേ? സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മറ്റുള്ള അസൈൻമെന്റ് മാതിരി അല്ല ഉള്ളത്. ഇതില്
പ്രാക്ടിക്കലാണ് 101 ഉണ്ടാകുക. അതിന് പകരം ഇതിൽ ട്യൂട്ടോറിയൽ ഉള്ളത്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൈൻമെന്റ് ചെയ്തു, അതിനൊരു 30 മാർക്ക് കിട്ടും. സാധാ പരീക്ഷ ചെയ്തും തിയറി പേപ്പർ അത് നിങ്ങൾ പഠിച്ച് പരീക്ഷ ചെയ്തും അതിന് 70 മാർക്ക് ഉണ്ടാവും. ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് 100 മാർക്ക് ഉണ്ടാകുക. അപ്പൊ ഈ 70 നിന്നും നിങ്ങൾക്ക് ഒരു 50 കിട്ടിയെന്ന് കരുതിക്കോളും. തിയറി പേപ്പറിൽ 50 കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ അസൈൻമെന്റിൽ 100 മാർക്കിന് എഴുതിയിട്ട് 30 നിന്ന് നിങ്ങൾക്ക് ഒരു 15 കിട്ടിയത് വിചാരിക്കുക. അപ്പൊ 50 + 15 65 ആയിരിക്കും നിങ്ങളെ മാർക്ക്. അപ്പോ 70 മാർക്കിന് നിങ്ങൾ പരീക്ഷ ചെയ്തും അതിൽ നിന്നും നിങ്ങൾക്ക് 50, 40, 35 ചിലപ്പോൾ 20 മാർക്ക് കിട്ടിയെങ്കിൽ 20 പ്ലസ് അസൈൻമെന്റ് നിന്ന് കിട്ടുന്ന 85 ഉണ്ടാവും. ആ 85നെ 30ലേക്ക് കൺവേർട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 26 ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ കിട്ടിയ 16ഉം മറ്റേ 26ഉം കൂട്ടുമ്പോൾ അതായിരിക്കും നിങ്ങളുടെ മാർക്ക്. ആ രീതിയിലാണ് ഉണ്ടാകുക കേട്ടോ. അപ്പോ പിന്നെ പ്രാക്ടിക്കൽ ഉണ്ടാവുമ്പോൾ പ്രാക്ടിക്കൽ വേറെ തന്നെ പേപ്പറാണ്. അപ്പൊ അതിന് വേറെ മാർക്ക് ഉണ്ടാവും. നിർബന്ധമായി പങ്കെടുക്കുകയും ചെയ്യുക വേണം. ഇതിന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ല ഉള്ളത്. ഇതിന് എന്താണ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ സാധനമുള്ളത്. മാം പറഞ്ഞത് എഴുതിയാണ്. ഇതിൽ നോക്ക് പാർട്ട് എ ഉണ്ടല്ലേ, 2 വോയിസ് ഫയനം തോന്നുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്ക്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 500 വേർഡ്സ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്സ്. അപ്പൊ 2 ചോദ്യത്തിന് ഉത്തരം എഴുതണം. ആകെ 2 ചോദ്യമേ ഉള്ളൂ. 2 ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഓരോന്നും 500 മാർക്കാണ്. അഥവാ മിനിമം 5 പേജ് എഴുതണം. 5.5 പേജ് 6 പേജ്. ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് അപ്പുറം ഇപ്പുറം. അപ്പൊ 2 പേജായി. അങ്ങനെ വരുമ്പോ 2 പേപ്പറും പിന്നെ 5 സൈഡിൽ എഴുതിയാൽ മതി. ഓക്കെ. വലിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് ചിലപ്പോൾ 6 7 ഒക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ 5 5.5 ഉള്ളൂ. അതിൽ ചോദിക്കും നോക്ക്. ഡിസ്കസ് വേരിയസ് കോമ്പണൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്. എക്സ്പ്ലെയിൻ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. ചോദ്യം 2 ഒരു ചോദ്യം 2 ഭാഗമാണ് കണ്ടോ. അത് തന്നെ 15 + 5 മാർക്ക്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ ഭാഗത്തിന് 15 മാർക്കും രണ്ടാമത്തെ ഭാഗത്തിന് 5 മാർക്കുമാണ്. അപ്പോ അങ്ങനെ തന്നെ എഴുതണം. നിങ്ങൾ ഒരു ഭാഗം മാത്രം 5 പേജ് എഴുതിയാൽ രണ്ടാമത്തെ ഭാഗം മിസ്സായി 5 മാർക്ക് പോയി. 20 നിങ്ങൾക്ക് 15 മാർക്ക് കിടക്കുന്ന വേരിയസ് കോമ്പണൻസ് ആൻഡ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പുകൾ എന്താണ്, സോഷ്യൽ ഗ്രൂപ്പുകൾ എന്താണ്, അതിന്റെ കോമ്പണൻസ് ടൈപ്പ്, ഏതെല്ലാം ഗ്രൂപ്പ് ഉണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, റെഫറൻസ് ഗ്രൂപ്പ് ഉണ്ട്, പല ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് എന്നിട്ട് ഒരു ഗ്രൂപ്പായി ഉണ്ടാണെങ്കിൽ അതിനെന്താണ് ഒരു സ്റ്റേജുകൾ പറയുന്നുണ്ട്. നോമിങ് സ്റ്റേജ്, ഫോമിങ് സ്റ്റേജ്, മറ്റേ ഒരു 5 സ്റ്റേജ് പറയുന്നുണ്ട്. അത് എഴുതണം. 5-6 സ്റ്റേജ് പറയുന്നുണ്ട്. ഓക്കെ. ആ 5-6 സ്റ്റേജാണ് രണ്ടാമത്തെ പാർട്ടിൽ എഴുതേണ്ടത്. അത് മാത്രം എഴുതിയാൽ എത്ര വലുതാക്കി എഴുതിയാൽ അതിന് 5 മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പുറത്താണ് ബാക്കി 15 കിടക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നോക്കണം. ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ടാണ് പരീക്ഷ എഴുതേണ്ടത്. അസൈൻമെന്റിൽ കുഴപ്പമില്ല, എക്സാമിന് പ്രത്യേകിച്ച്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്ക്. എക്സ്പ്ലെയിൻ വേരിയസ് കോസസ് ആൻഡ് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു അഗ്രഷൻ. 2 ഭാഗമുണ്ട് ചോദ്യം. എന്താണ് അഗ്രഷൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അപ്രോച്ചുകൾ, തിയറിറ്റിക്കൽ അപ്രോച്ച്. എന്താണ് അഗ്രഷൻ, എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് ഒരു തിയറിറ്റിക്കൽ അപ്രോച്ച് ഉണ്ട്. അതിന് 10 മാർക്കാണ്. കോസ് വേറെയുമാണ്. അപ്പോ അഗ്രഷൻ എന്താന്ന് പറയണം. അഗ്രഷൻ പല രീതിയിൽ ഉണ്ടാകും. അഗ്രഷൻ ഉണ്ടാകുന്ന കോസുകൾ പുസ്തകം പറയുന്നതാണ് പറഞ്ഞിട്ട് കിട്ടും. ChatGPT ചോദിച്ചാൽ പുസ്തകം നോക്കിയാൽ കിട്ടും. കോസ് ഇഷ്ടം പോലെ പറയുന്നുണ്ടാവും. അത് കുറച്ച് എഴുതിയിട്ട് 2 2.5 പേജോ 3 പേജ് എഴുതി, 2 പേജ് 2.5 പേജ് എഴുതിയാൽ മതി. എന്നിട്ട് അപ്രോച്ചസ്, തിയറിറ്റിക്കൽ അപ്രോച്ച്, അത് ഓരോ സൈക്കോളജിസ്റ്റുകളും ഓരോ സോഷ്യൽ സൈക്കോളജിസ്റ്റുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കാരണം ഇതാണ്, എത്തിക്കലാണ്, അതല്ല കളറാണ്, അല്ലെ ലാംഗ്വേജ് ആണ്, അങ്ങനെ പല കാരണങ്ങൾ പറയാം അഗ്രഷന്റെ. ഓക്കെ. അപ്പൊ ഈ 2 ഭാഗം എഴുതിയാലാണ് 10 മാർക്ക്. അങ്ങനെ 20 മാർക്ക് കിട്ടുക. അതിനാണ് ചോദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് പാർട്ട് എ എന്ന് എഴുതിയിട്ട് അസൈൻമെന്റ് 1 2 ചോദ്യവും എഴുതണം. 2 ചോദ്യവും മാർക്കിനനുസരിച്ച് എഴുതണം. ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ പാർട്ടിന് 15 മാർക്ക് ഉണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. രണ്ടാമത്തെ പാർട്ട് വേറെ തന്നെ എഴുതണം. എക്സ്പ്ലെയിൻ ദ സ്റ്റേജ്. അപ്പൊ നിങ്ങളുടെ അടുത്ത ഹെഡിങ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് അത് വേറെയും എഴുതണം. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് 5 പേജ് എഴുതുന്നുണ്ടെങ്കിൽ 4 പേജ് ഫസ്റ്റ് പാർട്ടിനും 5ാമത്തെ പേജ് രണ്ടാമത്തെ പാർട്ടിനും ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഒരു 3.5 പേജ് മറ്റേ ആ രീതിയിലാണ് പോവേണ്ടത്. ഇനി അസൈൻമെന്റ് 2 അവിടെയും ശ്രദ്ധിക്കണം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അബൌട്ട് 100 വേർഡ്സ്. അഥവാ ഒരു പേജ് മാക്സിമം പോയാൽ 1.25 പേജ്. അതിലധികം പോയത് കാരണം നിങ്ങൾക്ക് പേപ്പർ എണ്ണം കൂടും. അസൈൻമെന്റ് പ്രശ്നമല്ല, പരീക്ഷയിൽ സമയം ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം.
അപ്പൊ 100 വേർഡ്സ് എഴുതുന്നുണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 5 മാർക്ക്. അപ്പൊ അതിന് സ്പ്ലിറ്റ് ഇല്ല. അപ്പൊ ഒരു പേജ് എഴുതി 5 മാർക്കാണ്. അപ്പൊ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം ഒരു 1.5 പേജ് എഴുതുക. ആ രീതിയിൽ എഴുതുക. 1 കോസസ് ആൻഡ് ഔട്ട്കം ഓഫ് കോൺഫ്ലിക്റ്റ്. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്താ ചെറുതായിട്ട് പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങൾ ഇതൊക്കെയെന്ന് പറയാ. അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇത് ഉണ്ടാവും എന്ന് പറയാം. ആ പുസ്തകം നോക്കിയാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു. ഓക്കെ, അതൊരു 1.5 പേജ് മാക്സിമം അത്ര എഴുതണ്ടുള്ളൂ. 2 സ്ട്രാറ്റജീസ് ഫോർ ഗെയിനിങ് കോംപ്ലിയൻസ്. കോംപ്ലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ ഒരു സംവിധാനത്തിന്റെ നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ അനുസരിച്ച് അതിന് വഴപ്പെട്ട് പോകുന്നതിനെ കോംപ്ലിയൻസ്. ഇപ്പൊ മുസ്ലിം ആകുമ്പോൾ ഇസ്ലാമിക നിയമങ്ങളുണ്ട്, ഹിന്ദു ആകുമ്പോൾ അവരുടെ ചർച്ച, അവരുടെ അമ്പലത്തിലോ അവരുടെ കുടുംബത്തിലോ നമ്മുടെ സംഘത്തിൽ ചേരുമ്പോൾ, സംഘടനയിൽ ചേരുമ്പോൾ ആ നിയമം അനുസരിച്ച് പോകണം. അതിനാണ് കോംപ്ലിയൻസ് ആണ്. സമൂഹം പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെയും നമ്മൾ അത് കോംപ്ലിയന്റ് ലൈഫ് എന്നാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് കോംപ്ലിയൻസ് കിട്ടുക? അതൊരു ജനറൽ ആശയം പറഞ്ഞത്. വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ടീച്ചർ ദേഷ്യം പിടിപ്പിക്കാത്ത രീതിയിൽ മറുപടി പറഞ്ഞ് കോംപ്ലിയൻസ്, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. ഏതായാലും അത് ഒരു പേജ് എഴുതണ്ടുള്ളൂ, മാക്സിമം 1.5 പേജ്. അടുത്ത് സ്കീമ, ടൈപ്സ് ഓഫ് സ്കീമ. സ്കീമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ ഒരു ഇത് വരുന്നത്. ആന എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ മൈൻഡിൽ വന്നില്ലേ, ഒരു പിക്ചർ വന്നില്ലേ? ആന എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേറെ ഒന്നും വന്നില്ല. ഇതേ രൂപത്തിൽ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു മെന്റൽ ഇമേജ്, മെന്റൽ പിക്ചർ ഉണ്ട്. ഇതാണ് സ്കീമ. ഈ സ്കീമ പലതരത്തിലുണ്ട് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്, അതിനെ കുറിച്ച് ചോദിക്കുന്നത്. അടുത്ത് എറേഴ്സ് ആൻഡ് ബയാസസ് ആട്രിബ്യൂഷൻ. ആട്രിബ്യൂഷൻ തിയറി ഉണ്ട്. അതിലുണ്ടായിരുന്ന ബയാസും എറേഴ്സും അതാണ് എഴുതേണ്ടത്. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ഇത്രയും വയസ്സായിട്ട് വീണ്ടും പഠിക്കണമെന്ന് തോന്നുന്നു. അതൊരു പഠനത്തോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടാണ്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാവുന്നത് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലീഡർഷിപ്പ് നമുക്കറിയുന്നതാണ്. അതിന്റെ പലതരത്തിലുള്ള മെറ്റീരിയൽ പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഔട്ട് ഓഫ് മെറ്റീരിയൽ കുറെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോകും. മെറ്റീരിയൽ ഉള്ളത് ആസിറ്റീസ് എഴുതരുത്. അപ്പൊ നമ്മൾ ചാറ്റ്ജിപിയോട് ചോദിക്കുകയാണ് തന്നെ ഇഗ്നോ ഇന്ന മെറ്റീരിയൽ അനുസരിച്ച് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയണം, എന്നാലേ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലെ പോയിന്റുകൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഒരു അസൈൻമെന്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരുമെന്ന് പറയണം. അപ്പൊ ആ രൂപത്തിൽ കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ പാർട്ട് എയിലെ അസൈൻമെന്റ് 1 2 ചോദ്യത്തിന് ഉത്തരം എഴുതണം. അസൈൻമെന്റ് 2 എന്ന് പറയുന്നതിൽ നിങ്ങൾ 5 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്, അല്ലെ? 5 എണ്ണത്തിന് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. 6 8 അപ്പൊ പിന്നെ പാർട്ട് ബി. അപ്പോ ഞാൻ പറഞ്ഞു 101 PPCC 101 അതില് തിയറി, അസൈൻമെന്റ്, പിന്നെ പ്രാക്ടിക്കൽ ഉണ്ട്. ഇവിടെ അസൈൻമെന്റ്, തിയറി, പ്രാക്ടിക്കൽ. പ്രാക്ടിക്കലിന് പകരമാണ് പാർട്ട് ബി എന്ന് പറഞ്ഞ സാധനം, ട്യൂട്ടോറിയൽ. ഇത് പറഞ്ഞനുസരിച്ച് എന്താ ചെയ്യേണ്ടത് അറിയോ? You to complete the activities as instructed. Please attempt the activities in a coherent and organized manner. The word limit for each activity is around 700 words. അപ്പോ മാക്സിമം 8 പേജ് എഴുതാവൂ. 700 വേർഡ് പറഞ്ഞാൽ 7 പേജ്. Each activity is 15 marks. For the activity, you need to refer a self-learning material and any other relevant offline, online resources. ഈ ആക്ടിവിറ്റിയാണ്. എത്ര ആക്ടിവിറ്റി ഉണ്ട്? 2 ആക്ടിവിറ്റി ഉണ്ട് അല്ലെ? ഈ 2 ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 15 മാർക്ക്, അത് 30 മാർക്ക്. ഓക്കെ, ആ ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് 7 പേജിലധികം പോരുത്. മാക്സിമം 8 പേജിലധികം പോകണ്ട. അപ്പൊ ഇത് 7 7 14. അപ്പൊ നമ്മള് 15 പേജ് ഇത് കൂട്ടിക്കോളൂ. ഇത് 15ഉം മേലത്തത് 6 30. അപ്പോ 5 25. അപ്പൊ 15 25 40 പേജ്. പിന്നെ അവിടെയും 10 പേജ് ഉണ്ടല്ലേ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. Singa employed different strategies which led to maximum utilization cognitive resources in cognitive efforts. Consequently, spontaneous and that can be used by him. Explain the. Sir, can you hear me? So, Nias bhai പറഞ്ഞോളൂ. Sir. ഞാൻ തൽക്കാലം എൻഗേജ് ചെയ്ത് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഡ്യൂട്ടിയുടെ കാര്യമാണല്ലോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ബിറ്റ്വീൻ ചിലപ്പോ ഒരു പക്ഷേ ഇഷ്യൂസ് ഇത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ മുഴുവൻ ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ ഹാഫ് എടുക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് പിന്നെ എടുക്കാം.
അതല്ല തീരെ നടക്കില്ല നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ, താങ്ക് യു. വെൽക്കം എവരിബഡി. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ ക്ലിയർ അല്ലേ? കാണുന്നുണ്ട്. 7 C's ഉണ്ട്. ഇത് നമ്മുടെ വിഷയം കമ്മ്യൂണിക്കേഷൻ ആണ്. മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ജീവിതത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഇന്നിപ്പോ ഞാനിപ്പോ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഇപ്പോ കുറച്ചു നേരം എനിക്ക് മാറിക്കിട്ട് വന്നത് തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ പ്രത്യേകിച്ചും മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ആളുകൾക്ക് ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായ ഇൻഫർമേഷൻസ് കൈമാറുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ, ഗവൺമെന്റ്, പേഴ്സണൽ ബന്ധങ്ങളിൽ എല്ലാം വ്യക്തിപരമായ ആവട്ടെ, ഒരു ഗ്രൂപ്പിലാവട്ടെ, ഓർഗനൈസേഷനിലാവട്ടെ, വലിയൊരു കൂടുതൽ ആളുകളുള്ള ഒരു ഫാമിലിയിലാവട്ടെ, അതല്ലാതെ ഒരു സർക്കാർ തലത്തിലാവട്ടെ, ഏത് തലത്തിലും കമ്മ്യൂണിക്കേഷൻസ് ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കുടിക്കുന്നത് പോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഉറങ്ങുന്നത് പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അത് സംബന്ധിച്ച പഠനങ്ങൾ പറയുന്നത്. കാരണം മനുഷ്യന് സോഷ്യൽ അനിമലാണ്. സോഷ്യൽ അനിമൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ ആണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ബേസിക് നീഡ്സിൽപ്പെട്ട ഒന്നായിട്ടാണ് കമ്മ്യൂണിക്കേഷനെ അത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള പണ്ഡിതന്മാര്, സ്കോളേഴ്സ് അതിനെ വിലയിരുത്തുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന്റെ അവസാനമായിട്ട് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കും. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചെറിയ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. എന്താണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോണേക്ക് നല്ലതെന്ന് തോന്നുന്നു അല്ലെ? ഇവിടെ പ്രതികരിക്കുമായിരിക്കും അല്ലെ? നമുക്ക് പാർട്ടിസിപ്പൻസ് കുറവായിരിക്കും. പിന്നെ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോയാൽ നിങ്ങളെ പോർഷൻ തീർക്കാനും ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഇടപെടാം, കുഴപ്പമൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഉള്ള ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, കുഴപ്പമില്ല. ഇനിയോ നിങ്ങൾക്ക് അതെല്ലാം എന്തെങ്കിലും ഇവിടേക്ക് ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മെസ്സേജ് ആയിട്ടോ അതല്ലെങ്കിൽ മൈക്കായിട്ടോ ഉപയോഗിച്ചിട്ടോ ചോദിക്കാവുന്നതാണ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷന് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പലതരത്തിൽ തന്നെ ഡിഫൈൻ ചെയ്യാം. നമ്മുടെ നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയലിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോട്ട്സിലും അതുണ്ടാകും. നമുക്ക് അതിനൊരു ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊന്ന് വളരെ ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ communication is a process of sharing or exchanging of ideas, information, knowledge, attitude or feeling among two or more persons through certain signs and symbols. അതിന് നമുക്ക് കുറച്ച് നല്ല വ്യക്തമായ അർത്ഥത്തിൽ വളരെ ചുരുക്കി നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനേഷൻ ഇതാണ്. Communication is a process of sharing or exchanging of ideas, information, knowledge, attitude or feeling among two or more persons through certain signs and symbols. അപ്പോ വെറും ഒരു വേർഡ് പറയുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പല രൂപത്തിലുണ്ടാകാം. നമ്മുടെ ആക്ഷൻ പോലും കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ ഫീലിങ്സ് കൈമാറുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ ഒരു സൈൻ, നമ്മുടെ ടോൺ, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷന്, പല രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അതിന് നമ്മൾ വെർബൽ ആവാം, നോൺ വെർബൽ ആവാം. അതിന് നമുക്കൊരു ചാനൽ ഉണ്ടാകും. ഈ ചാനലിലൂടെ നമ്മുടെ ചിന്തകള്, നമ്മളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ നോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തോടുള്ള നമ്മുടെ സമീപനം അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്ങുകൾ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ്, ഇതൊക്കെ നമ്മൾ മറ്റൊരാളുമായി ഒന്നിലധികമോ ആളുകളുമായി നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സയൻസ് ഉപയോഗിക്കും, സിംബൽസ് ഉപയോഗിക്കും, ആക്ഷൻസ് ഉപയോഗിക്കുന്നു, ലാംഗ്വേജ് ഉപയോഗിക്കുന്നു, പലതും ഉപയോഗിക്കാം. അപ്പോൾ
ഈ ഒരു രൂപത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ പലതരം ഫംഗ്ഷൻസ് നിർണ്ണയിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻസ് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് പലതരം ഫംഗ്ഷനുകൾ കമ്മ്യൂണിക്കേഷന് ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്രധാനമായും ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കൈമാറുക എന്നതാണ്. ഇൻഫർമേഷൻ കൈമാറുക. ഇൻഫർമേഷൻ ഒരു കൺസെപ്റ്റ് എന്ന നിലയിൽ നമ്മൾ പല കാര്യങ്ങൾ, പല വിവരങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി യൂസേജിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ അടുത്തുണ്ടാവും. ഈ ഇതിലെ ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറുന്നതിന് നോളജ്, ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺസ്, നമ്മുടെ പെർസെപ്ഷൻസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ഇൻഫർമേഷൻസ് കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷന്റെ ഒന്നാമത്തെ തന്നെ ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് പെർസുവേഷൻ ആണ്. പെർസുവേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫോം ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. അത് ആളുകളെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുക, ഒരു കാര്യം ചെയ്യാൻ ഇന്ന രീതിയിൽ അത് ചെയ്യണം എന്ന ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. പ്രത്യേകിച്ചും അരിസ്റ്റോട്ടലിനെ പോലുള്ളവരൊക്കെ പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ പെർസുവേഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പൊതുവായി ഇപ്പോൾ ഒരു സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തലത്തിലൊക്കെ കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പെർസുവേഷൻ ആയിരിക്കും. മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ചും നമ്മളെ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഒരു കോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഒരു കാര്യം ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ, ആ കാര്യം ആളുകളെ ബോധ്യപ്പെടുത്താൻ, അത് ചെയ്യാനാണ് പ്രേരിപ്പിക്കാനൊക്കെ നമ്മൾ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അത് മാനിപ്പുലേഷനിലേക്ക് വരെ എത്തും. അതായത് നമ്മൾ വളരെ എക്സ്ട്രീം ആയിട്ട് ഒരാളെ കൊണ്ട് നിർബന്ധപൂർവ്വം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഒരാളുടെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അയാളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അയാളെ ഗൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു എക്സ്ട്രീം എൻഡാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിൽ മറ്റൊരു ഉത്തരവാദിത്തമാണ് പെർസുവേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മറ്റൊരു പർപ്പസ് ആണ്. മൂന്നാമതായ പർപ്പസ് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് ആണ്. നമുക്കെതിരെ മൊത്തം അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ മൊത്തം പർപ്പസുകളെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താല് ആദ്യം നമ്മളൊരു ഷെയർ നോളജ് എന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസും വരുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ, അതല്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ ഗൈഡഡ് ആയിട്ട്, വളരെ ഗൈഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ശരിക്കും ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതും കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. രണ്ടാമത് നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ആൻഡ് കണക്ട് എന്ന ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പെർസുവേഷൻ എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത് ഇൻഫ്ലുവൻസ് ആൻഡ് കണക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് ആണ്. നമ്മളിപ്പോ ഒരു വിഷയത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പോളിസി വേണം, അല്ലെങ്കിൽ ഒരു വിഷയം ഒരു കൃത്യമായ ഒരു നിലപാട് രൂപീകരിക്കണം. അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഡിബേറ്റ്, ഡിസ്കഷൻ എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമ്മുടെ പാർലമെന്റിൽ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച വെക്കണം. ആ പാർലമെന്റിലെ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്ത് എൻവയോൺമെന്റൽ പോളിസിയെ കുറിച്ചുള്ള ചർച്ച പാർലമെന്റ് നടക്കുകയാണെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. ആ അഭിപ്രായങ്ങളുടെയും ചർച്ചകളുടെയും ഭാഗമായി അതിൽ നിന്നും ഒരു പോളിസി രൂപപ്പെടുകയാണ്. ജനങ്ങളുടെ ഇടയിൽ പുതുതായിട്ട് ഒരു വിഷയം ഉണ്ടാകും. ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഡിബേറ്റുകളിലൂടെയാണ്. പലതരത്തിലുള്ള പേഴ്സണൽ ഡിബേറ്റ് ഉണ്ടാവാം, പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ഉണ്ടാവും, പാർലമെന്ററി ഡിബേറ്റ്സ് ഉണ്ടാവും, പബ്ലിക് ആയിട്ടുള്ള ഡിബേറ്റ്സ് ഉണ്ടാവും, റിലീജിയസ് ഡിബേറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്തരത്തില് ഡിബേറ്റ്സുകളിലൂടെയാണ് നമ്മളൊരു പോളിസി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഫോർമൽ മെത്തേഡ് ഓഫ് ഇന്ററാക്റ്റീവ് ആർഗ്യുമെന്റ് ആണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. അത് ഡിബേറ്റ് is a broader form of argument since it includes persuasion which appeals to the emotional response of an audience, which enables people to discuss and decide on differences within a framework of defining how they will interact. അപ്പൊ ആളുകളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുടെ റെസ്പോൺസുകളിൽ നിന്നും ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക്, ഒരു പോളിസിയിലേക്ക്, അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇതും കമ്മ്യൂണിക്കേഷന്റെ ഒരു പർപ്പസ് ആണ്. കമ്മ്യൂണിക്കേഷൻ മറ്റൊരു പർപ്പസ് ആണ്
ഇന്റഗ്രേഷൻ എന്നുള്ളത്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുക, ഒന്നിച്ചൊരു ഗ്രൂപ്പിന്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അത് നോളേജ് ഡിസമിനേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു സോഷ്യൽ ഇന്റഗ്രേഷനെ സഹായിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ. അതായത് അതിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരേ തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരേ തരത്തിലുള്ള ഒരു ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നൽകുകയും ഒരേ തരത്തിലുള്ള ഗ്രൂപ്പിലേക്ക് ഒരു ഇൻഫർമേഷൻ കൈമാറുകയും ആ ഇൻഫർമേഷൻ അവരെല്ലാവരും ഒരുപോലെ സ്വീകരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും അവർ തമ്മിലൊരു അടുപ്പവും അവർ തമ്മിലൊരു ഇണക്കവും അനുഭവപ്പെടും, അല്ലെങ്കിൽ അവർ തമ്മിലൊരു പൊതുവായ അന്തരീക്ഷം രൂപപ്പെടും. അതിലൂടെ അവർ തമ്മിലുള്ള ഇന്റഗ്രേഷൻ സാധ്യമാകും. അപ്പൊ അതിന്റെ കമ്മ്യൂണിക്കേഷൻ റിസൾട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാവുന്ന അതിന്റെ ഒരു പർപ്പസ് കൂടി ഭാഗമായിട്ടാണ് ഈ ഇന്റഗ്രേഷൻ വരുന്നത്. അത് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസ് ആൻഡ് കണക്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്കതിനെ ഉൾപ്പെടുത്താൻ പറ്റും. കമ്മ്യൂണിക്കേഷന്റെ മറ്റ് ചില ഉദ്ദേശങ്ങൾ, മറ്റ് ചില ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനെ സമ്പന്നമാക്കുക, എൻറിച്ച് അവർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അതിൽ 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് എന്റർടൈൻമെന്റ്. കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശമാണ് എന്റർടൈൻമെന്റ് എന്നുള്ളത്. ആളുകൾക്ക് നമുക്കിപ്പോ കുറെ നേരം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും റിലാക്സ് വേണ്ടി വരും. അപ്പൊ റിലാക്സിന്റെ ഭാഗമായി നമ്മൾ എന്റർടൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരു കോമഡി ഷോ കാണുകയാണ്, ഫോർ എക്സാമ്പിൾ ചാർലി ചാപ്ലിന്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണയുള്ള ഒരു കോമഡി ഷോ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളെ എന്റർടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവായ സംഭവമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവരെ എപ്പോഴും ഒരേ രൂപത്തിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവന് കമ്മ്യൂണിക്കേഷൻ, അവന് റിലാക്സ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവും, ഒരു എന്റർടൈൻമെന്റ് ആവശ്യമാണ്. അപ്പൊ എന്റർടൈൻമെന്റ് എന്നുള്ളത് കമ്മ്യൂണിക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അവനാവശ്യമായ രീതിയിലുള്ള പലതരത്തിലുള്ള എന്റർടൈൻമെന്റുകൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ പ്രൊമോഷൻസ്. നമ്മൾ പലതരത്തിലുള്ള ആർട്സ്, കൾച്ചറൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ സ്റ്റോറികളാവട്ടെ, അല്ലെങ്കിൽ ആർട്സ് ആവട്ടെ, അല്ലെങ്കിൽ കൾച്ചറായിട്ടുള്ള പ്രിസർവേഷൻസ് ആവട്ടെ, ഏത് രൂപത്തിലുള്ളതായാലും പലതരത്തിലുള്ള കൾച്ചറൽ കാര്യങ്ങൾ നമുക്ക് കൈമാറാൻ വേണ്ടിയിട്ട്, അതിന് നമ്മുടെ സംസ്കാരം കൈമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടുകളും നമ്മുടെ കലകളും ഒക്കെ കൈമാറുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു കവിത എഴുതുമ്പോൾ, ഒരു ഗാനം രചിക്കുമ്പോൾ, അതിൽ ഒരു കൾച്ചറൽ പ്രൊമോഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആർട്ടിന്റെ ഒരു ഡിസമിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കൈമാറ്റം കൂടി സംഭവിക്കുന്നു. അപ്പൊ അതും നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പർപ്പസുകളാണ് കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്നത്. ഈ ഭാഗം ക്ലിയർ ആകും ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. എന്താണ് ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിന്റെ എലമെന്റ്സ് ആണ് നമ്മളിനി സംസാരിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും 3 എലമെന്റ്സ് ആണുള്ളത്. ഒന്ന് കമ്മ്യൂണിക്കേറ്റർ, രണ്ട് മെസ്സേജ് ആണ്, മറ്റൊന്ന് റിസീവർ ആണ്. 3 കാര്യങ്ങളാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ്. ഒരു മെസ്സേജ് ഉണ്ടാവുന്നു, ആ മെസ്സേജാണ് കൈമാറുന്നത്, അത് കൈമാറുന്ന ഒരാളുണ്ടാകും, അത് റിസീവ് ചെയ്യുന്ന ഒരാളുണ്ടാകും. അപ്പൊ ഇത് 3 കൂടി ചേരുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് പൂർത്തിയാവുന്നത്. കമ്മ്യൂണിക്കേറ്റർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? കമ്മ്യൂണിക്കേറ്റർ സംസാരിക്കുന്ന ആള് സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അയാൾ സംസാരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചിന്തകളെ, അദ്ദേഹത്തിന്റെ പറയാനുള്ള കാര്യങ്ങളെ അദ്ദേഹം ആദ്യം ഒരു എൻകോഡ് ചെയ്യും. അതായത് അത് എന്താണ് പറയേണ്ടതെന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാഷയിൽ അതിന് രൂപപ്പെടുത്തിയെടുക്കും. ഈ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിന് പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ആശയം നമുക്ക് കൈമാറാൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ആശയം കൈമാറുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടേതായ കുറെ ചിന്തകളെ, നമുക്ക് എന്താണ് പറയേണ്ടത്, അതിൽ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സിമ്പിൾസ് ആണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഏത് ടോണാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ആ എൻകോഡിങ് സമയത്താണ്. ഈ സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ നമ്മൾ തീരുമാനിക്കുകയും ആ പറയാനുള്ള കാര്യങ്ങൾ ഏത് രൂപത്തിൽ പറയണമെന്ന് ആലോചിക്കുകയും അതിന്റെ ഏതൊക്കെ തലങ്ങളിൽ എങ്ങനെ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഒന്നാമതായി നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരാളുടെ ഒരു തോട്ട് പ്രോസസ്സിൽ അയാളുടെ ബിലീഫ് സിസ്റ്റം, അയാളുടെ നോളേജ്, അയാളുടെ മുൻവിധികൾ ഇതെല്ലാം ബാധിക്കും. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാൾ, എനിക്ക് നേരത്തെ അറിയുന്ന ഒരാളാണ്, അയാളുടെ സ്വഭാവം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ചില വാക്കുകൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ചില വാക്കുകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാത്ത പ്രശ്നം ഉണ്ടാവാം, അദ്ദേഹത്തിന്റെ നോളജ്, അങ്ങനെ പലതരത്തിലുള്ള ബയാസ് എനിക്കുണ്ടാവും. ഇത്തരം ഉണ്ടാകുമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ എന്റെ വേർഡുകൾ ഞാൻ രൂപപ്പെടുത്തിയെടുക്കുക.
ഒരു കോഴ്സ് ക്ലാസ് ഞാൻ ചെയ്യുമ്പോൾ അതിന് അപ്പുറത്തെ ഓഡിയൻസായി ഇരിക്കുന്ന ആളുകൾ അവർ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണ് അത് സ്വീകരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ഇപ്പുറത്ത് ഡിസൈൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ബിലീഫ്, നമ്മുടെ നോളജ്, നമ്മുടെ വ്യാസ്, ഇത് രണ്ട് തരത്തിലും അവിടെയും ഇവിടെയും ബാധിക്കുന്നതാണ്. കമ്മ്യൂണിക്കേറ്ററിലും ബാധിക്കുന്നുണ്ട്, റിസീവറിലും ബാധിക്കുന്നുണ്ട്. ഈ തരത്തില് ഒരു കമ്മ്യൂണിക്കേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലോകം എന്ന് പറയുന്നത് പൂർണ്ണമായി നമ്മുടെ കമ്മ്യൂണിക്കേഷനെയും അയാളുടെ കമ്മ്യൂണിക്കേഷന്റെ രീതികളെയും അതിന്റെ സെലക്ഷനെയും ഒക്കെ പൂർണ്ണാർത്ഥത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഈ തരത്തിൽ ഫിൽട്ടർ ചെയ്ത്, ഇതിന് ഫിൽട്ടറിംഗ് എന്ന് പറയാം. തന്റെ ചിന്തകളിലൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് അയാൾ എൻകോഡിങ് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം ആ മെസ്സേജ് തയ്യാറാക്കുന്നു. ഈ മെസ്സേജ് ആണ് ഇതിന്റെ നമ്മുടെ മെസ്സേജാണ് ഇതിന്റെ സെൻട്രൽ സംഭവം എന്ന് പറയുന്നത്. ഈ മെസ്സേജിനെയാണ് എൻകോഡ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് റിസീവറിലേക്ക് കൈമാറുന്നത്. അതിന് വിശദമായി ഇൻഷാല്ലാ മെസ്സേജിന്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ശേഷം വരുന്നുണ്ട്. അപ്പൊ അതിൽ വിശദീകരിക്കാം. കമ്മ്യൂണിക്കേഷൻ തന്നെ രണ്ട് തരത്തിൽ സംഭവിക്കാം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെർബലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നോൺ വെർബലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫേസ് ഫേസ് മീറ്റിംഗ് ആവട്ടെ, ടെലിഫോൺ കോൾസുകളാവട്ടെ, ഇതൊക്കെ വെർബലാണ്. നോൺ വെർബലായിട്ട് നമുക്ക് ലെറ്റേഴ്സ്, അത്തരം കാര്യങ്ങളിൽ അങ്ങനെ റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാം. ഇനി വെറും സൈനുകൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാം. പല തരത്തിൽ നമുക്ക് നമ്മുടെ എന്ത് മെസ്സേജ് ഏത് രൂപത്തിൽ നമ്മൾ കൈമാറണം എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വ്യത്യാസം വരും. അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ. മറ്റൊരു എലമെന്റ് ആണ് ഇതിൽ വരുന്ന കോർ എലമെന്റിൽപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്നുള്ളത്. എന്താണ് പറയാൻ, ഏത് മീഡിയത്തിലൂടെയാണ് നമ്മൾ ഇത് കൈമാറുന്നത്. അപ്പൊ നമ്മൾ നേരിട്ട് പറയുന്നത് പോലെയല്ല നമ്മൾ ഇമെയിൽ അയക്കുന്നത് പോലെയല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടെലിഫോൺ ചെയ്യുന്നതിന് അത് വ്യത്യാസം ഉണ്ടാവും. ഒരു പബ്ലിക്കിനായിട്ട് ഒരു ടിവിയിലൂടെ ഒരു അഭിമുഖം കൊടുക്കുന്നത് അത് മറ്റൊരു രൂപത്തിലാണ്. ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഒരു ഇൻഫർമേഷൻ കൈമാറുന്നതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചാനൽ, ട്രാൻസ്മിഷൻ മീഡിയ എന്താണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് മീഡിയക്ക് അനുസരിച്ച് ഇതിൽ പല വ്യത്യാസങ്ങൾ വരും. എല്ലായിടത്തും ഒരുപോലെ അല്ല മീഡിയ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ഇത് തിരിച്ച് സ്വീകരിക്കുന്ന ആളാണ് മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് റിസീവർ ആണ് ഇതിന്റെ മറ്റൊരു കോർ എലമെന്റ് ആയിട്ട് വരുന്നത്. റിസീവർ തന്റെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൈമാറുന്നു, ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യുന്നു. ആ എൻകോഡ് ചെയ്തത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാനൽ ഉപയോഗിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു റിസീവറിലേക്ക്. റിസീവറിന് ഇത് എത്തിച്ചു കിട്ടുമ്പോൾ അയാളുടെ ഡെസ്റ്റിനേഷൻ അദ്ദേഹമാണ്. അദ്ദേഹം അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഫിൽറ്ററിങ്, സൈക്കോളജിക്കൽ ഫിൽറ്ററിങ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എല്ലാം അവിടെയും ബാധിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ചിന്തകള്, അദ്ദേഹത്തിന്റെ നോളേജ്, അദ്ദേഹത്തിന്റെ മുൻവിധികള്, ഇതെല്ലാം അദ്ദേഹം ആ ഇൻഫർമേഷൻ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ സ്വന്തം മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ചിന്തകളൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഒരു എൻകോഡിങ് നടക്കുന്നുണ്ടെങ്കിൽ സെൻഡറും റിസീവറും ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സിമ്പിൾസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുന്നത്. കാരണം ഇദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത്, കൺവേ ചെയ്യപ്പെടുന്നത്. അപ്പോ താൻ പറയുന്ന വാക്കുകളെയും അത് താൻ ഉപയോഗിച്ച വേർഡുകളെയും താൻ ഉപയോഗിച്ച കമ്മ്യൂണിക്കേഷൻ രീതിയെയും താൻ ഉപയോഗിച്ച ടോണിനെയും മനസ്സിലാക്കാൻ റിസീവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവില്ല. കാരണം സ്വാഭാവികമായും അദ്ദേഹം അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റർ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ബാരിയേഴ്സ് വന്നിട്ടോ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ആ കമ്മ്യൂണിക്കേഷന്റെ യഥാർത്ഥ ലക്ഷ്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഡീകോഡിങ്ങും എൻകോഡിങ്ങും കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ റിസീവറിനും സെന്ററും തമ്മിൽ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അവരുടെ ഒരു ലെവല് കൃത്യമായും ഒരേ ലെവലിൽ നിന്നുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ അയാൾ അതിനനുസരിച്ച് രണ്ടുപേരും ലെവല് മാറി നിന്നുകൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ കൈമാറാനോ കഴിയണം. അതല്ലെങ്കിൽ അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നില്ല. അല്ലെങ്കിൽ അവിടെ നോയ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത്. നോയ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിലെ നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാവുന്ന നോയ്സുകൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള നോയ്സുകൾ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഇന്റർഫിയർസ് വിത്ത് ദ മെസ്സേജ് ആൻഡ് മേക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻഎഫക്റ്റീവ്. ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ട് വ്യക്തികൾക്കിടയിലാവട്ടെ, ഒരു വ്യക്തിയിൽ നിന്നും ഒരു വലിയ ഗ്രൂപ്പിലേക്കാവട്ടെ, രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലാവട്ടെ, ഏത് രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ഈ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിത്തീരുന്ന എന്തെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾക്കൊക്കെ പറയുന്ന പേരാണ് നോയ്സ് എന്നുള്ളത്.
വെറും ഒരു ശബ്ദം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അത് അവിടെ ഉണ്ടായിത്തീരുന്ന ഏത് തരത്തിലുള്ള ബ്ലോക്കുകളെയും ഏത് തരത്തിലുള്ള ഇന്റർഫിയറൻസിനെയും നമുക്ക് നോയിസ് എന്ന് വിളിക്കാവുന്നതാണ്. ഈ പല തരത്തിലുള്ള നോയിസുകൾ ഉണ്ടാവും. എൻവിറോൺമെന്റൽ നോയിസ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഞാനിവിടെ സംസാരിക്കുകയാണ്, അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ റൂമിൽ ഉണ്ടാവുന്ന സൗണ്ടുകൾ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസിന്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാക്കിത്തീരുന്ന എന്തെങ്കിലും തരത്തിലുള്ള നോയിസുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വോക്കുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ എൻവിറോൺമെന്റൽ ബേസ് ചെയ്തിട്ടുള്ള നോയിസുകളാണ്. ഫിസിക്കലായിട്ടുള്ളത് ഉണ്ടാവാം. ഉദാഹരണമായിട്ട് ഒരാൾ എഴുതുമ്പോൾ അയാൾ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെങ്കിൽ, പ്യുവർ ഹാൻഡ് റൈറ്റിംഗ് അതൊരു നോയിസാണ്. അത് ഇതിന്റെ കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾ വളരെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ സംസാരത്തിന്റെ ടോണ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത്രയും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചോളുന്നില്ല. അത് ഒരു ബാരിയർ ആണ്, അല്ലെങ്കിൽ ഒരു നോയിസ് ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നാവിഗേഷനെ അതിന്റെ എഫക്റ്റീവ്നെസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മറ്റൊന്നാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള നോയിസുകൾ അല്ലെങ്കിൽ ബാരിയേഴ്സ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻവിധികൾ ഉണ്ടാകുന്നതിൽ, അല്ലെങ്കിൽ നോളജ് ലാക്ക് ഓഫ് അറ്റൻഷൻ ഉണ്ടാകാം. പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള നോയിസുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ നോയിസുകൾ ഏത് ഭാഗത്തുനിന്നാണെങ്കിലും ഉണ്ടായിത്തീരുന്ന നോയിസുകൾ രണ്ട് ഭാഗത്തും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് ഭാഗത്തും ഉണ്ടാകുന്ന നോയിസുകൾ സ്വാഭാവികമായും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഇൻഎഫക്റ്റീവ് ആയി മാറ്റും. അതിന്റെ സക്സസിനെ ബാധിക്കാനും സാധ്യത കൂടുതലാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, മറിച്ച് ഒരു ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സൈനാണ് ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അയാൾക്കൂടെ എത്തി, ഇത് എത്തി അയാൾക്ക് മനസ്സിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫീഡ്ബാക്കിലൂടെയാണ്. ഫീഡ്ബാക്ക് എന്നുള്ളത് നമ്മുടെ മെസ്സേജ് കൃത്യമായി കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ റിസീവർക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ ഒരു എലമെന്റ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേറ്റർ, റിസീവർ, മെസ്സേജ്, ചാനൽ, ഫീഡ്ബാക്ക്, ഈ 5 കാര്യങ്ങളും ഒരു കമ്മ്യൂണിക്കേഷന്റെ കോർ എലമെന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആ സെക്ഷൻ കഴിഞ്ഞു. ഈ നെക്സ്റ്റ് നമ്മളെ കമ്മ്യൂണിക്കേഷനുമായി വ്യത്യസ്ത മോഡൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ, ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫീഡ്ബാക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ഏത് ശരിക്കും എഫക്റ്റീവ് ആയിരുന്നോ അല്ലേത്, അതിനനുസരിച്ച് വീണ്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അർത്ഥത്തിൽ ഒരു ഡൈനാമിക് ആൻഡ് ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പൊ അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നതിന് ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി വിവിധ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റേണലി നമ്മൾ ഒരാൾ സെൽഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ അത് പറയുന്ന പോലെ വേർഡിന്റെ അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലാംഗ്വേജ് യൂസ് ഓർ തോട്ട് ഇന്റേണൽ ടു ദ കമ്മ്യൂണിക്കേറ്റർ ആണ്. ദ ഇൻഡിവിജ്വൽ ഈസ് ദെയർ ഓൺ സെൻഡർ ആൻഡ് റിസീവർ. ഇവിടെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളും കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും യഥാർത്ഥത്തിൽ എന്താണ്, ആ പേഴ്സൺ തന്നെയാണ്. അപ്പൊ അയാൾ നമ്മൾ മനസ്സിൽ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്വയം ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ വിലയിരുത്താറുണ്ട്. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന അത്തരം സംസാരങ്ങൾ പല സമയങ്ങളിലായിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. അത്തരം ഒരു പ്രോസസ്സാണ് ശരിക്കും ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളും മറ്റൊരാളും തമ്മിൽ, അല്ലെങ്കിൽ ഒരാളും ഒരു ഗ്രൂപ്പും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസുകളാണ് പൊതുവെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കാറുള്ളത്. അതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലെ ഇന്റർഡിപെൻഡന്റ് ആയ 2 ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരിക്കും, പ്രോക്സിമിറ്റി ഉണ്ടാവും, അവർ തമ്മിൽ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ലിമിറ്റഡ് ആയ ആളുകൾ, സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഇത് 2 പേഴ്സൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലാണ് അത് ഉപയോഗിക്കുക. അത് തന്നെ അവിടെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോ
അത്തരം ഒരു കമ്മ്യൂണിക്കേഷനിൽ ഈ രണ്ടാളുകളും തമ്മിൽ വളരെ ക്ലോസ് ആയിരിക്കും. അവർ തമ്മിലുള്ള പ്രോക്സിമിറ്റി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആവാം, അല്ലാണ്ട് ഡിജിറ്റൽ ആവാം, ഏത് രൂപത്തിലാവാം. പക്ഷെ അവർ തമ്മിലുള്ള അടുപ്പം വളരെ അടുത്തായിരിക്കും, വളരെ ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷന് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടാനും സാധിക്കും. അത്തരത്തിലാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുക. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് മൂന്നോ അതിലധികമോ ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന കമ്മ്യൂണിക്കേഷനുകൾക്കാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരാളുടെ ആറ്റിറ്റ്യൂഡില് അതുപോലെ തന്നെ അവരുടെ ബിലീഫിലൊക്കെ ചേഞ്ചസ് വരുത്താൻ സഹായിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് വേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഇന്ററാക്ടിംഗ് വിത്ത് ഇതിന്റെ social and work groups, as it provides opportunity for direct interacting among the members of a group, which helps in bringing about changes in attitudes and beliefs and offers a clear understanding എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് പിന്നെ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ, അതായത് ഗ്രൂപ്പ് ആളുകൾക്കിടയിൽ ചേഞ്ചസ് വരുത്താൻ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ, അവർക്ക് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്താൻ ഒക്കെ സഹായിക്കുന്ന ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു കമ്പനിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അത്തരം കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു HR ഒരു ഇൻഫർമേഷൻ പോവാണ് നമ്മുടെ സ്റ്റാഫുകൾക്ക്, ഇന്ന് മുതൽ ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ പോവുകയാണെങ്കിൽ അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അവിടെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് തന്നെ അവിടെ ഒരു ചേഞ്ചസ് ആവശ്യപ്പെടുന്നുണ്ടാവും. ആ രൂപത്തിലാണ് ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പൊതുവെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അതൊരു ട്രസ്റ്റ് ബിൽഡിങ്ങും മ്യൂച്വൽ റെസ്പെക്റ്റും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പൊതുവെ ഉണ്ടാവുക. നാലാമത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് കൂടുതലായി സംസാരിക്കുക. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമുക്കറിയുന്ന പോലെ ഇൻഫർമേഷൻ, ഒരു വലിയൊരു ഗ്രൂപ്പിന് ഇൻഫർമേഷൻ കൈമാറുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? നമുക്ക് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്ക്, ഒരു രാഷ്ട്രീയ നേതാവിന് തന്റെ അണികൾക്ക് മൊത്തമായി, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ രാജ്യത്തിന് മൊത്തമായി, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിക്ക് ജനങ്ങളുമായി സംവദിക്കാൻ അവർക്ക് കുറെ ഒരു ഇൻഫർമേഷൻ, ഒരു ക്രൈസിസ് ആണ് ഇൻഫർമേഷൻ കൈമാറണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് രാജ്യത്തോട് കൈമാറാനുണ്ട്. അപ്പൊ അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് മാത്രമല്ല, ന്യൂസ് പേപ്പേഴ്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ നമ്മൾ പറയുന്നത് ഇത്തരം ലാർജ് സെഗ്മെന്റ് ഓഫ് പീപ്പിളിലേക്ക് എത്തുന്ന, ലാർജ് സെഗ്മെന്റ് ഓഫ് പീപ്പിളിലേക്ക് ഇൻഫർമേഷൻ കൈമാറുന്ന കമ്മ്യൂണിക്കേഷനുകളാണ് നമ്മൾ പൊതുവെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ടല്ലോ. TV ആവട്ടെ, പിന്നെ ഇതുപോലുള്ള ന്യൂസ് പേപ്പർ പോലുള്ളതാവട്ടെ, അതിനപ്പുറം പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാവുന്ന വിവിധ ചാനലുകളാണ്. പ്രത്യേകിച്ച് ഇപ്പോ ശരിക്കും ന്യൂസ് പേപ്പറുകളുടെയൊക്കെ വരവോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇറ ആരംഭം. പണ്ട് കാലത്തും ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് അനൗൺസ്മെന്റുകളിലൂടെയും, പിന്നെ പണ്ടൊക്കെ എന്താ പറയാ, നമ്മളെ മ്യൂസിക് ഉപകരണങ്ങളൊക്കെ കൊട്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന, സർക്കാരുകൾ നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന ആൾക്കാരെ വിളംബരം നടത്താൻ പോകുമല്ലോ, വിളംബരം ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പിന് ഒന്നായിട്ട് ഒരു തീരുമാനം, ഒരു രാജാവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ രാജാവിന്റെ തീരുമാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വിളംബരം ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാരെ പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വലിയ കൗൺസിലുകൾ വിളിച്ചു കൂട്ടിയിട്ട് ജനങ്ങൾക്ക് കൈമാറുന്ന രീതികൾ ഉണ്ടാവും. പല രൂപത്തില് പല രീതിയിൽ നിലനിന്നിരുന്നു. പക്ഷെ ഒരു ആധുനിക ലോകത്ത് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സാധ്യമായത് ന്യൂസ് പേപ്പറുകളുടെ വരവോടുകൂടിയാണ്. പിന്നെ റേഡിയോ, ടെലിവിഷന്, ഫിലിമുകൾ മാസ് കമ്മ്യൂണിക്കേഷന്റെ വലിയൊരു സാധ്യതയും വലിയൊരു മേഖലയുമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ നിലവിലുള്ള ഡിജിറ്റൽ മീഡിയകൾ, പലതരത്തിലുള്ള ഡിജിറ്റൽ മീഡിയകൾ ഇതൊക്കെ ഉണ്ടാക്കിത്തിക്കുന്ന മാസ് കൾച്ചർ തന്നെയാണ് ശരിക്കും. ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിത്തിക്കുന്ന മാസ് കൾച്ചർ തന്നെയാണ്. അത് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും വിചാരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതുവരെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്? 7 C'സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അതുമായി ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളതോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാവുന്നതാണ്.
സ്പീഡ് കൂടിയിട്ടുണ്ടാവും, ചിലപ്പോ സ്പീഡ് കൂടിയോ സംസാരത്തിന്? ഓക്കെ അല്ലേ? ആരുടെയും റിപ്ലൈ ഒന്നും കേൾക്കാനില്ല. എന്താ സാർ എന്ത് പറഞ്ഞ സാറേ? കേട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചത് സ്പീഡ് കൂടിയിട്ടില്ലല്ലോ, ഓക്കെ അല്ലേ? ഇതുവരെയുള്ളത് ഓക്കെ അല്ലേ ചോദിച്ചതാ. ഇല്ല, കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഡിഗ്രി ലെവൽ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ അതിന്റെ ലാസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ പോകുന്നത് ഈ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് 7 C'ലേക്ക് പോവാം. ക്ലാസ്സിൽ ഇന്ററാക്ഷൻ കുറച്ച് കുറവായിരിക്കും, കാരണം 2 കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മുടെ പെയ്ഡ് ആൾക്കാർക്ക് മാത്രമാണ് ക്ലാസ് കൊടുക്കാറ്. ഒന്നത്, പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ ഗ്രൂപ്പിൽ ഓരോ ഫാക്കൽറ്റീസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാനും പറ്റും. ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്ത അതിലേക്ക് പോകാം. 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു, അതിനെ ഡിഫൈൻ ചെയ്തു, അതിന്റെ പർപ്പസ് പറഞ്ഞു, പലതരത്തിലുള്ള പർപ്പസുകൾ നമ്മൾ സൂചിപ്പിച്ചു, അതിന്റെ കോർ എലമെന്റ്സ് പറഞ്ഞു, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അതിന്റെ വിവിധ എലമെന്റുകളാണ് ഇതിന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് വരും. പക്ഷെ അത് പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒന്നാമതായിട്ട് കണ്ടന്റ് ആണ്. ഫസ്റ്റ് സി കണ്ടന്റ് ആണ്. ബെസ്റ്റ് പോസിബിൾ മെഷർ ഓഫ് എ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. കണ്ടന്റ് കോർ എലമെന്റ് ആണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള എലമെന്റ് ആണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റ് മെസ്സേജ്, അതിന്റെ മീനിങ് റിസീവറിന് മനസ്സിലാവുന്നതും അവരുടെ വാല്യൂ സിസ്റ്റത്തിന് കമ്പാറ്റബിൾ ആവുന്നതും അവരിലെ കൃത്യമായി ക്ലിയർ ആയി എത്തുന്നതുമായിരിക്കണം ശരിക്കും കണ്ടന്റ് എന്ന് പറയുന്നത്. എന്താണ് കൈമാറേണ്ടത്, എന്ത് ഇൻഫർമേഷൻ ആണ് നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, അത് എന്ത് രൂപത്തിലാണ് കൈമാറേണ്ടത്, എങ്ങനെയാണ് അത് കൈമാറേണ്ടത് എന്നൊക്കെയുള്ള കുറെ ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ കണ്ടന്റ് രൂപപ്പെടുത്തേണ്ടത്. അപ്പൊ നമ്മുടെ കണ്ടന്റ് അത് നമ്മുടെ റിസീവറിന് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലായി റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കണ്ടന്റ് അതിനനുസരിച്ച് രൂപപ്പെടുത്തി വരിക എന്നുള്ളത്. 2 കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ കൈമാറുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് വളരെ ക്ലിയർ ആയിരിക്കണം. അതിന് പാർട്ടിസിപ്പേഷനും ഫീഡ്ബാക്കിനും സാധ്യമാവുന്ന രീതിയിൽ, അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് റിസീവർക്ക് നമ്മുടെ കണ്ടന്റ് സ്വീകരിക്കാനും അതിന് പിന്നെ ആവശ്യമായ ഫീഡ്ബാക്ക് തരാനും കഴിയുന്ന ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കണം നമ്മുടെ കണ്ടന്റ് കൈമാറേണ്ടത്. അപ്പൊ അത് മെസ്സേജിനുമായി കോൺട്രാഡിക്ട് ചെയ്യുന്ന ഒരവസ്ഥയിലായിരിക്കരുത് കണ്ടന്റ് കൈമാറുന്നത്. അപ്പോൾ അതായത് ഇപ്പോ ഒരു എക്സ്ട്രീമിലി ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ എക്സ്ട്രീമിലി എന്റർടൈൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റില്ല. ഉദാഹരണം പറയുന്നത്, അപ്പൊ അതാണ് ഒരു കണ്ടക്സ്റ്റിന്റെ ഉദാഹരണം പറയുന്നത്. അപ്പോൾ നമുക്ക് കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. കോണ്ടെക്സ്റ്റിനെ അനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ പോകേണ്ടത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയ ഒരു സെറ്റിംഗ്സ് ഒരു എൻവയോൺമെന്റിൽ വെച്ചുകൊണ്ട് വേണം കോണ്ടന്റിന് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മെസ്സേജിനനുസരിച്ചിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ അതിന്റെ ശരിയായ അർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ നടക്കുകയുള്ളൂ. മൂന്നാമതായി ചാനൽസ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഏത് ചാനൽസ് ഉപയോഗിക്കണം എന്നുള്ളത്. പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ട്. അത് റിസീവറിനെ യൂസ് ചെയ്യാൻ പറ്റിയ അദ്ദേഹത്തിന്റെ സാഹചര്യത്തോട് യോജിക്കുന്ന അദ്ദേഹത്തിന്റെ റിസീവറുടെ അവസ്ഥകൾക്കും അയാൾക്ക് ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച കമ്മ്യൂണിക്കേഷൻ കൈമാറാൻ കഴിയുന്ന ചാനൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് പലതരത്തിലാവാം. നമ്മളിപ്പോ ഒരു വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ നമുക്ക് ഇമെയിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഒരു ഉദാഹരണം. അപ്പൊ അത് ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇമെയിലൂടെ പറഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ പറഞ്ഞാൽ അത് എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ അതിന് ചിലപ്പോൾ നേരിട്ട് ഫേസ് ടു ഫേസ് ഒരു ചാനൽ സ്വീകരിക്കേണ്ടി വരും. ഒരു ഉദാഹരണം. അപ്പൊ പലതരത്തിൽ ഇതിന്റെ ചാനൽസ് എങ്ങനെ വേണമെന്നുള്ളത് ഓരോ കമ്മ്യൂണിക്കേഷനും അനുസരിച്ചാണ് അതിനെ സെലക്ട് ചെയ്യുക. ക്ലാരിറ്റിയാണ് മറ്റൊന്ന്. 7 C's ഓഫ്
7 C's ഓഫ് കമ്മ്യൂണിക്കേഷനിലെ 4ാമത്തെ C ക്ലാരിറ്റി. മെസ്സേജ് ക്ലിയർ ആയിരിക്കുക. എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയർ ആയി കൺവേ ചെയ്യപ്പെടുന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡ് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അതേ മീനിങ്ങിൽ തന്നെയാണോ നമ്മുടെ റിസീവർ സ്വീകരിക്കുന്നത്, അതല്ല അദ്ദേഹത്തിന് സ്വീകരിക്കുമ്പോൾ അതിന്റെ മീനിങ്ങിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരേ ഭാഷയിൽ തന്നെ ഒരേ വേർഡിന് 2 തലങ്ങളിൽ സംസാരിക്കുമ്പോൾ 2 അർത്ഥമായിരിക്കും. അല്ലെങ്കിൽ ഒരു ഇമോജി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഇമോജിയുടെ മീനിങ് ക്ലിയർ ആണ്. വാട്സാപ്പിൽ നമ്മൾ ഇമോജി അയക്കുകയാണെങ്കിൽ ആ ഇമോജി നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിലാണോ റിസീവർ കിട്ടുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ അതില് കൃത്യമല്ലാത്ത ഒരു ഇമോജി ഉപയോഗിക്കുമ്പോൾ അവിടെ ക്ലാരിറ്റിയുടെ പ്രശ്നം ഉദിക്കും. അത് കമ്മ്യൂണിക്കേഷനെ ഇൻഎഫക്റ്റീവ് ആക്കി മാറ്റാനും അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച മീനിങ് അല്ലാത്ത മറ്റു മീനിങ്ങുകൾ കൊടുക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം യൂസ് ചെയ്യുന്ന വേർഡുകൾ, അതുപോലെ തന്നെ സൈൻസ്, അതല്ലെങ്കിൽ നമ്മുടെ ടോണ്, ഉപയോഗിക്കുന്ന മീനിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ക്ലിയർ ആയി കൺവേ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ക്ലാരിറ്റിയുടെ ഒരു കാര്യം. പിന്നെ കമ്പോസിഷനാണ് 5ാമത്തത്. കമ്പോസിഷൻ, സ്റ്റോറി ഡിസൈൻ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ബ്ലോക്കായിട്ട് നമ്മുടെ ഒരു ബ്ലോക്ക് പിന്നെ ഒരു സ്റ്റോറിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്ത ഒരു മെസ്സേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിൽ അതിനെ അടുക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്ത് അതിനൊരു ഇൻട്രൊഡക്ഷൻ, അതിനെ ഉദ്ദേശിക്കാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ഒരു ആമുഖ രൂപത്തിൽ കാര്യം ആദ്യം പറയുന്നു, പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നു, എന്നിട്ട് മെസ്സേജിന്റെ മെയിൻ ബോഡിയിലേക്ക് കിടക്കുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാണെങ്കിൽ അത് ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഒരു നല്ല രീതിയിൽ എൻഡ് ചെയ്യുന്നു. ഇങ്ങനെ അതിനെ ഒരു ബ്ലോക്ക്, ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് നമ്മൾ പറയുന്നു. ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ അടിത്തറ ഉണ്ടാക്കി അതിന്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ബ്ലോക്ക് ലെവലിലാണ് നമ്മൾ കൊണ്ടുപോവുക. എന്നതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും അതിൻ്റെതായ ബ്ലോക്കുകളുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് ഒരു കാര്യങ്ങളുടെ രീതിക്കനുസരിച്ച് നമ്മൾ പലതും ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് അതിൻ്റെതായ ആമുഖം വേണ്ടി വരും, അതിൻ്റെതായ സംഭവങ്ങൾ വേണ്ടി വരും. അതിനൊരു കൃത്യമായ രൂപത്തിലും അടുക്കി ചിട്ടപ്പെടുത്തി സംസാരിക്കുമ്പോൾ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മെസ്സേജ് ആ രൂപത്തിൽ തന്നെ അവിടെ എത്തുകയുള്ളൂ. അപ്പൊ ഈ ഒരു രൂപത്തില് കമ്മ്യൂണിക്കേഷനെ കൃത്യമായ ലെവലിൽ അതിനെ ചിട്ടപ്പെടുത്തി അതിനെ കമ്പോസ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നേരത്തെ പറഞ്ഞ ക്ലാരിറ്റി ഉള്ള രീതിയിൽ, എന്നാൽ അതിനെ കൃത്യമായ ബ്ലോക്കുകളാക്കി അതിനെ ചിട്ടപ്പെടുത്തിയിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൈമാറാനുള്ളത്. മറ്റൊന്ന് 6ാമത്തെ C എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യുക. ഉദാഹരണമായിട്ട്, അതായത് ഇപ്പോ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിന് നമ്മൾ ക്ലിയർ ആയി കൊടുക്കുക. ഉദാഹരണം, വലുതും ചെറുതും ഒരു കാര്യം പറയുമ്പോൾ ഇത് ബിഗ് ലെവലില്, ഹൈ ലെവലിൽ ഇത് ഇങ്ങനെയാണ്, ലോ ലെവലിൽ ഇത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബ്ലാക്ക് വൈറ്റ് എന്ന് പറയുന്ന രൂപത്തില് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിഷയം പറയുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഈ കാര്യത്തെ മറ്റൊരു കാര്യവുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ തന്നെ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും നേരത്തെ പറഞ്ഞ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 2 വ്യക്തികൾക്കിടയിൽ എന്തുകൊണ്ടുള്ള ഒരു ചെറിയ ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി വലിയ ലെവലിലേക്ക് പോകും. അപ്പൊ ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് ഒരു മനസ്സിലാക്കാവുന്ന ആ ഒരു അതിന്റെ ലെവലില്, അതിന്റെ വോളിയത്തിലാവാം, അതല്ലെങ്കിൽ അതിന്റെ മറ്റു തരത്തിലുള്ളതാകാം. അപ്പൊ ഏത് ഏത് രീതിയിലാണെങ്കിലും ശരി, പരസ്പരം അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ, അതിനെ വേർതിരിച്ച് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോൺട്രാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം കോൺട്രാസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കമ്മ്യൂണിക്കേഷനെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈസിയാവും. അപ്പൊ നമുക്ക് അതിനെ മറ്റൊരു സംഭവമായി കണക്ട് ചെയ്യുക, അതല്ലെങ്കിൽ പുറത്തുള്ള മറ്റൊരു കാര്യവുമായി അതിനെ ഒരു ഉദാഹരണം സഹിതം പറഞ്ഞു കൊടുക്കുക. ഈ രൂപത്തിലൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലില് ഒരു കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കൺസിസ്റ്റന്റ് ആയി ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു കമ്പനിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പല തരത്തിലാണെങ്കിലും ബ്രാൻഡ്, നമ്മൾ സാധാരണ ബ്രാൻഡ് ബിൽഡിംഗ് എന്ന കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ബ്രാൻഡ് ബിൽഡിംഗ്
ഇപ്പൊ നമ്മളൊരു ഒരു കമ്പനി ഒരു പിന്നെ അവരുടെ പോസ്റ്ററുകൾ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൈമാറുന്ന സമയത്ത്, കസ്റ്റമേഴ്സ് കൈമാറുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഓരോ കളറുകൾ ഉപയോഗിക്കുന്നു, ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലുള്ള ലെക്ചർ പേഡുകൾ ഉപയോഗിക്കുന്നു, ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെ അത് ബാധിച്ചിരിക്കും. ഒരു കൺസിസ്റ്റൻസി ഇല്ല. അതേസമയം ഒരു കമ്പനി അവരുടെ പിന്നെ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഒരേ തരത്തിലുള്ള ഫോണ്ടുകൾ, ഒരേ കളറുകൾ അല്ലെങ്കിൽ ഒരു തീം അവർ എപ്പോഴും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. അപ്പോൾ കൺസിസ്റ്റൻസി എന്നുള്ളത് കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ആൾക്കാർക്ക് ചില പ്രത്യേക വേർഡുകൾ ഉണ്ടാവും അവരുപയോഗിക്കുന്നത്. ആ വേർഡുകൾക്ക് അവരുദ്ദേശിക്കുന്ന ഒരു മീനിങ് ഉണ്ടാവും. പക്ഷെ അതേ മീനിങ്ങിന് പലപ്പോഴും പല വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരു കൺസിസ്റ്റൻസി, അത് നമ്മുടെ വേർഡ്സിലാവട്ടെ, നമ്മുടെ ഉപയോഗിക്കുന്ന പിന്നെ റിട്ടേൺ ആണെങ്കിൽ ഫോൺസിലാവട്ടെ, കളറുകളാവട്ടെ, ടോണാവട്ടെ, ഒരു രീതി എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ലെവല് അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ 7 കാര്യങ്ങൾ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കമ്മ്യൂണിക്കേഷന് കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനെ കൃത്യമായ രൂപത്തിൽ കൺവേ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കണ്ടന്റ് ആണ് ഒന്ന്, മറ്റൊന്ന് കോണ്ടെക്സ്റ്റ് ആണ്, പിന്നെ ചാനൽസ് ആണ്, അതുപോലെ ക്ലാരിറ്റി, പിന്നെ കമ്പോസിഷൻ, പിന്നെ കോൺട്രാസ്റ്റ്, കൺസിസ്റ്റൻസി. ഇങ്ങനെ 7 C's. ഈ 7 കാര്യങ്ങളെയും ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കണക്കിലെടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രൂപപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മളതിന് സമർപ്പിക്കുകയാണ്. ഇത്രയുമാണ് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഡൈനാമിക് പ്രോസസ് ആണ്, ഓൺ ഗോയിങ് ആണ്, എവർ ചേഞ്ചിങ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 5 മെയിൻ ആയിട്ട് 5 എലമെന്റ്സ് ആണ്, കോർ എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ്റെ. നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന് മെസ്സേജ്, എന്താണ് നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ്, മറ്റൊന്ന് സെൻഡർ, മറ്റൊന്ന് ട്രാൻസ്മിഷൻ മീഡിയം അല്ലെങ്കിൽ ചാനൽ, മറ്റൊന്ന് റിസീവർ, മറ്റൊന്ന് ഫീഡ്ബാക്ക്. ഈ 5 എലമെന്റ്സ് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഈ 5 എലമെന്റ്സും കൃത്യമായി വർക്ക് ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും വിജയിക്കുന്നത്. അപ്പോ മെസ്സേജ് സെലക്ട് ചെയ്യപ്പെടുന്ന മെസ്സേജ് കൃത്യമാവുക, സെൻഡർ അതിനനുസരിച്ച് അയാള് അത് എൻകോഡ് ചെയ്യുക, അതിന് സെലക്ട് ചെയ്ത മീഡിയം കൃത്യമായിരിക്കുക, അത് റിസീവ് ചെയ്യുന്ന ആളിന് അത് അതേ രീതിയിൽ സെൻഡർ എന്താണോ, ഏത് രൂപത്തിലാണോ സെൻഡർ ഉദ്ദേശിക്കുന്നത് അതേ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ റിസീവറിന് സാധിക്കുക, അവിടെ നിന്നും ഫീഡ്ബാക്ക് ലഭിക്കുക. ഈ 5 കാര്യങ്ങളും കൃത്യമായി വരുമ്പോൾ ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ അതിലെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പലതരത്തിലുള്ള ബാരിയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് വരാം, ഫിസിക്കൽ ബാരിയേഴ്സ് വരാം, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ബാരിയേഴ്സ് വരാം. ഇത്തരത്തിലുള്ള ബാരിയേഴ്സിലൊക്കെ അതൊക്കെ ഈ കമ്മ്യൂണിക്കേഷനെ ഇൻഎഫക്റ്റീവ് ആക്കി മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്ന് വേണം ഒരു കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവായിട്ട് മാറ്റി എടുക്കാനുള്ളത്. അതുപോലെ കമ്മ്യൂണിക്കേഷന്റെ 7 C's നമ്മൾ സൂചിപ്പിച്ചു. ഇതെല്ലാം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇത് 4 ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ രൂപങ്ങളിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അത് നമ്മളെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ആണ്. നമ്മുടെ തോട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് നമ്മൾ സ്ട്രീം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, രണ്ട് ആളുകൾ തമ്മിലുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, അവർ തമ്മിലുള്ള ഫ്ലോ ഓഫ് ഇൻഫർമേഷന് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഒക്കെ ആവശ്യമായതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, അത് ഒരു 3 അതിലധികമോ ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് ഇൻഫർമേഷൻ കൈമാറുകയും അവിടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച്, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഒരു വലിയ വിഭാഗം ആളുകളിലേക്ക് ഒന്നിച്ച് മെസ്സേജ് കൈമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷനും ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ വിവിധ ചാനലുകളും അത് ഓരോ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഉപയോഗിക്കുന്നു. ഇതാണ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഗ്രൂപ്പ് വഴി ചോദിക്കാവുന്നതാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്ന കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷനെ കൃത്യമായി കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹനീഫ് ഉദവി. ഹനീഫ് സാർ ഉണ്ടോ? സാറ് പറഞ്ഞോളൂ. എന്താ പറഞ്ഞേ? ഞാന് നമ്മുടെ ക്ലാസ്സിലെ പിന്നെ എന്താ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഈ യൂണിറ്റ് 1ന്റെ എല്ലാ ഭാഗവും കവർ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അങ്ങനെ ആവശ്യമുള്ളൂ. കാരണം കുട്ടികള് ഓൺലൈനിൽ പലവരും ലൈവായിട്ട് ക്ലാസ് എത്തിക്കോളണമെന്നില്ല. അപ്പോ റെക്കോർഡ് കേൾക്കലുണ്ടാകുക. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 15 യൂണിറ്റിന്റെ 15 ക്ലാസ്സുകൾ സാറിന്റെ സൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അത്രേ ഉള്ളൂ. ഈ നോട്ട്സും PPT നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ 1-2 യൂണിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ബാക്കിയുള്ളത് പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ടാവുള്ളൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാം. കേട്ടോ സാർ? താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.